ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൃശൂരിൽ ആവേശകരമായ വരവേൽപ്പ്. 2 ലക്ഷം വനിതകൾ പങ്കെടുത്ത സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും കേരളത്തിൽ നിന്നുള്ള വനിതകൾ മഹത്തരമായ സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി. പുനർഗേഹം പദ്ധതിയിലൂടെ 355 ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ഭവന നിർമ്മാണ ആനുകൂല്യം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരിതെളിയും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് മികച്ച ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് 2ാം മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 55 റൺസിന് പുറത്ത്. ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും കേരളത്തിൽ നിന്നുള്ള വനിതകൾ മഹത്തരമായ സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. A.V. കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, റോസമ്മ പുന്നൂസ് തുടങ്ങിയ ധീര വനിതകൾ പകർന്ന ഊർജ്ജം രാജ്യത്തിന് മറക്കാൻ സാധിക്കില്ലെന്നും പ്രധാനമന്ത്രി തൃശൂരിൽ പറഞ്ഞു. തേക്കിൻകാട് മൈതാനത്ത് നടന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് തൃശൂരിൽ ലഭിച്ചത്. ഭാരതത്തെ വികസിത രാജ്യമാക്കും എന്ന പ്രഖ്യാപനത്തിനു പിന്നിലെ ഊർജ്ജം സ്ത്രീ ശാക്തീകരണമാണെന്നും പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. केरला की मिट्टी, इस मिट्टी ने ऐसी अनेक संतानें देश को दी है जिन्होंने भारत की बौद्धिक और सामाजिक चेतना को समृद्ध किया है. केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है. A.V. कट्टीमालु अम्मा, अकम्मा चेरियन, रोसम्मा पनूस जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी. സ്ത്രീകളുടെ ക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ നടപടികൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു. പാവപ്പെട്ടവർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനമുണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരത്തിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ കളികൾ ദൌർഭാഗ്യകരമാണെന്നും ശബരിമലയിൽ വിശ്വാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ കൊണ്ടാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. PT ഉഷ MP, നടി ശോഭന, വ്യവസായ പ്രമുഖ ബീന കണ്ണൻ, സംഗീതജ്ഞ വൈക്കം വിജയലക്ഷ്മി, ക്രിക്കറ്റ് താരം മിന്നുമണി തുടങ്ങി നിരവധി പ്രശസ്ത വനിതകൾ ചടങ്ങിൽ സന്നിഹിതരായി. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ, നിവേദിത സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള മഹിളാ മോർച്ച നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയും തൃശൂർ നഗരത്തിൽ നടന്നു. ലക്ഷദ്വീപിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. NDA നേതാക്കളായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, G. രാമൻ നായർ, K. പത്മകുമാർ, CK ജാനു, KP ശശികല തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തി. തുടർന്ന് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് തൃശൂരിലേക്ക് യാത്രയായത്. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ലക്ഷദ്വീപിന്റെ സമഗ്ര പുരോഗതി ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതി, കടമത്ത് ദ്വീപിലെ 1.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, സൌരോർജ്ജ പദ്ധതി ഉൾപ്പെടെ സുപ്രധാന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. പുനർഗേഹം പദ്ധതിയുടെ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും സുരക്ഷിത മേഖലയിൽ ഭൂമി ഉള്ളവരുമായ 355 ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ഭവന നിർമ്മാണ ആനുകൂല്യം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. മാർഗനിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തിയാണ് തുക അനുവദിക്കുന്നത്. വേലിയേറ്റ മേഖലയിൽ നിന്ന് 200 മീറ്റർ പുറത്ത് സുരക്ഷിത മേഖലയിൽ സ്വന്തമായി സ്ഥലമുള്ള, നിലവിൽ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന 355 ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരിതെളിയും. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ജനുവരി 8 വരെ നീളുന്ന മേളയിൽ 14,000-ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. മേളയ്ക്കായുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് ആരംഭിച്ചു. ഒരേ സമയം 2,200 പേർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനം, മത്സരഫലം തത്സമയം അറിയാനുള്ള ഡിജിറ്റൽ സ്കോർ ബോർഡ് എന്നിവ ഉൾപ്പെടെ കലോത്സവത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മടവൂർ, പള്ളിക്കൽ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ മണ്ണന്തല, നാലാഞ്ചിറ എന്നിവിടങ്ങളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊല്ലം ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള പര്യടനം ഇന്ന് കരുനാഗപ്പള്ളി നഗരസഭയിലെത്തി. നാളെ കൊട്ടാരക്കര നഗരസഭയിലാണ് പര്യടനം. ഇടുക്കി കരുണാപുരത്തും യാത്ര ഇന്ന് എത്തിച്ചേർന്നു. തൃശൂർ ജില്ലയിലെ മേലൂർ പഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തി. കണ്ണൂർ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലും മേലെ ചൊവ്വയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പര്യടനം നടന്നു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ വായ്പ ലഭിച്ച കൊല്ലം മേലില സ്വദേശി സുജിത് ആകാശവാണിയോട്. ഞാൻ ഗൾഫിൽ ഒരു 12 വർഷം ജോലി ചെയ്തിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്ത് തുടങ്ങണം, അങ്ങനെ നിന്നപ്പോഴാണ് IOB ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതും അവിടുത്തെ മാനേജറാണ് പറഞ്ഞത്, നമുക്ക് പ്രൈം മിനിസ്റ്റർ മുദ്ര ലോൺ 10 ലക്ഷം രൂപ വരെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് കിട്ടും. അത് പ്രകാരം ഞാൻ നോർക്ക റൂട്ട്സുമായിട്ട് സബ്സിഡിക്ക് വേണ്ടി ബന്ധപ്പെടുകയും അങ്ങനെ എനിക്ക് മുദ്ര ലോൺ അനുവദിച്ച് കിട്ടുകയും ഞാൻ തയ്യൽ മിഷന്റെ സെയിൽസ് ആൻഡ് സർവീസ് തുടങ്ങുകയും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമല ADM സൂരജ് ഷാജിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ വകുപ്പ് മേധാവികൾക്ക് യോഗം നിർദ്ദേശം നൽകി. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് വിവിധ വകുപ്പുകളുടെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്തു. ഈ മാസം 12-നകം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് 1,400-ഓളം പോലീസുകാരെ വിന്യസിക്കും. സഹകരണ മേഖലയിൽ നിലവിലുള്ള നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി സഹകരണ മന്ത്രി VN വാസവൻ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പലിശ നിർണ്ണയം സംബന്ധിച്ച ഉന്നതതല യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, കേരള ബാങ്ക് എന്നിവയുടെ പലിശ നിരക്കിലാണ് വർധന വരുത്തിയിരിക്കുന്നത്. 1 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 0.50%, 1 വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് 0.75% വർധന. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതിനു മുൻപ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയത്. കോട്ടയത്ത് കിടങ്ങൂരിൽ പടക്കപ്പുരയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. പടക്ക നിർമ്മാണ കേന്ദ്രത്തിലെ ജീവനക്കാരൻ ഐക്കര സ്വദേശി ജോജിക്കാണ് പൊള്ളലേറ്റത്. ചെർപ്പുങ്കൽ ചെമ്പിളാവിൽ വീടിനോട് ചേർന്നാണ് പടക്ക നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 55 റൺസിന് പുറത്തായി. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 25 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം മത്സരങ്ങൾക്കുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ വിജയം ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൃശൂരിൽ ആവേശകരമായ വരവേൽപ്പ്. 2 ലക്ഷം വനിതകൾ പങ്കെടുത്ത സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും കേരളത്തിൽ നിന്നുള്ള വനിതകൾ മഹത്തരമായ സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി. പുനർഗേഹം പദ്ധതിയിലൂടെ 355 ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ഭവന നിർമ്മാണ ആനുകൂല്യം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരിതെളിയും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് മികച്ച ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് രണ്ടാം മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 55 റൺസിന് പുറത്ത്. ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.